ഹലോ ഗൈസ്, വെൽക്കം ടു ഡേ 2 ഇൻ ഒമാൻ. കാലത്തിനനുസരിച്ച് വേറെ പണിയൊന്നുമില്ല. അപ്ലൈ ആക്കി വിസ റെഡി ആണെന്ന് നോക്കാം, അത്ര തന്നെ. അങ്ങനെ താഴെ പോയി നോക്കുമ്പോൾ എക്സാമിന്റെ റിസൾട്ട് നോക്കുന്ന പോലെയാണ് എല്ലാവരും നോക്കുന്നത്. വന്ന ലിസ്റ്റിൽ ഓരോ പേരുണ്ടാകും. നമുക്ക് പിന്നെ അതിന്റെ ആവശ്യമില്ല. ICP സ്മാർട്ട് സർവീസ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമുക്ക് വിസ സ്റ്റാറ്റസ് നോക്കാൻ കഴിയും. അതിൽ പബ്ലിക് സർവീസിൽ ഫയൽ വാലിഡിറ്റി ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് സെർച്ച് ബൈ മാറ്റിയിട്ട് പാസ്പോർട്ട് വിസ ആക്കാം. താഴെ പാസ്പോർട്ട് നമ്പറും എക്സ്പയറി ഡേറ്റും നാഷണാലിറ്റിയും കൊടുക്കാം. എന്നിട്ട് സെർച്ച് കൊടുക്കുമ്പോൾ ഫയൽ സ്റ്റാറ്റസ് ആക്റ്റീവ് എന്നുണ്ടെങ്കിൽ വിസ റെഡി. അങ്ങനെ പിന്നെ വിസ റെഡി ആവുള്ളൂ. പുറത്ത് കാണാൻ എന്തും കൊണ്ടാന്ന് നോക്കാൻ പോയി നോക്കുമ്പോൾ ഒരു ഉണങ്ങിയ പോയവും ചുറ്റും മലയും അല്ലാണ്ട് വേറെ ഒരു സാധനം ഇല്ല. അങ്ങനെ ഒരു ഉച്ചരാകുമ്പോൾ നമ്മളെ വിസ റെഡിയായി. ട്രാവൽ പാർട്ട്ണർ പറഞ്ഞ പോലെ തന്നെ രാവിലെ അപ്ലൈ ആക്കിയിട്ട് ഉച്ചയാകുമ്പോൾ വിസിറ്റിംഗ് റെഡി. ബിഗ് താങ്ക്സ് ടു ബിർമാൻ ട്രാവൽ ആൻഡ് ടൂറിസം. അങ്ങനെ പിന്നെ ഏടെ പോയി ഒരു മലയാളിനെ കിട്ടും എന്നുള്ളത് ഉറപ്പ് തന്നെ. നമുക്കൊരു കാസർഗോഡുകാരൻ തന്നെ കിട്ടി. അപ്പോൾ റിട്ടേൺ ദുബൈക്ക്. റിട്ടേൺ പോകുന്നത് അജ്മാൻ ബോർഡറിലാണ്. കാരണം അത്താ ബോർഡറിൽ ഷാർജ വിസിറ്റ് അലോ ആക്കല. അങ്ങനെ ബാക്കിൽ ഇരുന്നിട്ട് പിരാന്തായിട്ടാകുമ്പോൾ റഫീഖാനോട് ചോദിച്ചിട്ട് ഞാൻ ഫ്രണ്ടിലിരുന്നു. ആള് ഡ്രൈവർ മാത്രമല്ല, ഈ ട്രിപ്പിന്റെ ഓൾ ആൻഡ് ഓൾ ആണ്. ഒരു ഗൈഡിനെ പോലെ എല്ലാ പ്രൊസീജിയേഴ്സും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. പിന്നെ അജ്മാൻ ബോർഡർ പോകുന്ന റോഡ് ഫുൾ ഓഫ് റോഡും ആണ്. മഴക്കാലത്ത് ഈ റൂട്ടിലെ 12 കായൽ എന്നാണ് റഫീഖ് ചൊല്ലിയത്. അങ്ങനെ കുറച്ച് കയറ്റോ ഇറക്കോ എല്ലാം കഴിഞ്ഞിട്ട് റിട്ടേൺ നമ്മൾ ബോർഡർ എത്തി. പ്രൊസീജിയേഴ്സ് എല്ലാം വരുമ്പോണ്ടായ പോലെ വിസിറ്റ് വിസ പാസ്പോർട്ടും വെച്ചാൽ മതി. ഒമാൻ എക്സിറ്റ് സീലും UAE എൻട്രി സീലും കിട്ടി. ബോർഡർ കഴിഞ്ഞെങ്കിൽ പിന്നെ ഫ്രണ്ടിൽ ഇരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബാക്കിൽ ഇരുന്നിട്ട് ഞാൻ ഉറങ്ങിയിട്ട് ADCB എത്തും മേടിച്ചു. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. വീഡിയോ ഇഷ്ടപ്പെടാൻ ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക.